ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത്. ഇവർക്ക് അതിരാവിലെ എഴുന്നേറ്റും കാക്കിയിട്ട് ജോലി ചെയ്യാൻ പറ്റൂന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ പറ്റി. നിങ്ങൾ എന്ത് കളിയാക്കാൻ വന്നേക്കുന്നത് അറിയാൻ പറ്റേ? ടയറിന് കട്ടയില്ല എന്ന് അടി കയറി രാത്രിയിൽ ഇതിന്റെ വണ്ടിക്ക് പുക കൂടുതലാണെന്ന് എഴുതിയ ഉദ്യോഗസ്ഥനാണ് ആ പോകുന്നത്. അധികാരി റീജിയണൽ ട്രാൻസ്പോർട്ട് RTO നിങ്ങൾ സംസാരിക്കണം വന്നിട്ട്. അയാൾ വണ്ടിക്ക് അടിയിൽ ഉരുണ്ട് കയറിയിട്ടാണ് നോക്കുന്നത്. വെളുപ്പിനെ 4:30 എന്തുമാത്രം വിഷമിച്ചാന്നറിയാൻ മേലെ. ആദ്യ ദിവസം മുതൽ ശല്യം ചെയ്ത വ്യക്തികളെ ഓരോരുത്തരെയും ഞാൻ കാണിച്ചിട്ടുണ്ട്. റോബിൻ ടൂറിസ്റ്റ് ബസ് പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ഇന്ന് പുലർച്ചെ 5 മണിക്ക് സർവീസ് ആരംഭിച്ചു. യാത്രക്കാരെല്ലാം ഇപ്പോൾ ഈ വാഹനത്തിലുണ്ട്. എങ്ങനെയാണ് റോബിൻ ബസ് ഇപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുന്നത് കോയമ്പത്തൂരിലേക്ക്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ബസ് സർവീസ് നടത്തിയപ്പോൾ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പലയിടങ്ങളിൽ പരിശോധിക്കുന്നു. യാത്ര പല മണിക്കൂറുകൾ വൈകുന്നൊരവസ്ഥയുണ്ട്. ഒരു യാത്രക്കാരെന്നുള്ള രീതിയിൽ ഇന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇന്ന് നമുക്ക് അത് തന്നെ വീണ്ടും പ്രതീക്ഷിക്കാന്നുള്ള ഒരു ഇത് തന്നെ ഞങ്ങളുടെ കാഴ്ചപ്പാട്. പക്ഷേ അത് നമ്മൾ നേരിട്ടൊന്ന് കാണാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. നേരിട്ട് കാണുക എന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളവിടെ പോകുന്നു, എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കുന്നു, അല്ല അതുപോലെ തിരിച്ചു വരുന്നു. ബസ് എവിടം വരെ ഉണ്ടോ അവിടം വരെ നമ്മളും പോകും. എന്താണ് ഈ ഇതിനകത്ത് നടക്കുന്നത്, എന്താണ് സംഭവവികാസങ്ങൾ എന്നുള്ളത് നേരിട്ട് കാണുക, അത്രേ ഉള്ളൂ. അത് നേരിട്ട് കാണാം. നമുക്ക് ഇതുവരെ നമ്മൾ ഫോണിൽ കൂടെ ലൈവ് കാണുന്നു, ഇതൊന്ന് നേരിട്ട് കാണണമെന്നുള്ളൊരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നേരിട്ട് കാണുക. നമ്മുടെ ചേട്ടന് പിള്ളേരെല്ലാം ഉണ്ട്, അതൊന്ന് നേരിട്ട് കാണുക. ഇവരെ എന്തോ ഫാമിലി ആയിട്ടാണ് ഇറങ്ങിയത്? ഫാമിലി കൂട്ടുക, ഫ്രണ്ട്സ്, ഞങ്ങൾ 9 പേരുണ്ട്. അവിടെ അതിനുവേണ്ടി വീട്ടിൽ നിന്ന് 2 മണിക്ക് വെളുപ്പിനെ ഇറങ്ങി അതിനുവേണ്ടി തന്നെ പോകും. ഇത് കഴിഞ്ഞ തവണ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടി കണ്ടു കാണുമല്ലോ. അപ്പോൾ അന്ന് ഇത് കണ്ടപ്പോൾ എന്താണ് എടുത്തില്ല? അതിന് മുന്നേ അവർ വന്നു. ഇനി അവരുടെ മുന്നിൽ പോയി നിങ്ങൾ ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പരിശോധനയ്ക്കായിട്ട് ഈ വാഹനത്തിൻ്റെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. റോബിൻ ബസ് കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ സർവീസ് നടത്തിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയുണ്ടായിരുന്നു. വിശദമായിട്ടുള്ള പരിശോധന നടത്തി പിഴ അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് റോബിൻ ബസ്സിൻ്റെ നടത്തിപ്പുകാരന് പോകേണ്ടി വന്നു. സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ബസ്സിനകത്ത് കയറി വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് കടക്കുകയാണ്. ഇതിനോടകം 82,000 രൂപ പിഴയാണ് റോബിൻ ബസ്സിൻ്റെ നടത്തിപ്പുകാരന് അടയ്ക്കേണ്ടി വന്നത്. കഴിഞ്ഞ തവണ റോബിൻ ബസ് ഇത്തരത്തിൽ സർവീസ് നടത്തിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനം പിടികൂടുകയും തുടർന്ന് പത്തനംതിട്ട AR ക്യാമ്പിലായിരുന്നു വാഹനം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം റോബിൻ ബസ്സിൻ്റെ നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷ് പത്തനംതിട്ട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും ഒരു ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് 82,000 രൂപ പിഴ അടച്ച ശേഷം ഇതിൻ്റെ നടത്തിപ്പുകാരന് വാഹനം വിട്ടുകൊടുക്കാമെന്ന് കോടതി ഉത്തരവിട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 82,000 രൂപ പിഴ അടയ്ക്കുകയും തുടർന്ന് റോബിൻ ബസ് അതിൻ്റെ നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷിനെ വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇന്നാണ് പുലർച്ചെ 5 മണിക്ക് വീണ്ടും പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ഈ സർവീസ് ആരംഭിച്ചത്. യാത്രക്കാരെല്ലാം ഉണ്ട്. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വാഹനത്തിനകത്ത് കയറി പരിശോധിക്കുകയാണ്. പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്നും ബസ് പുറപ്പെട്ട് 1 കിലോമീറ്റർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഈ വാഹന പരിശോധന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. എത്ര യാത്രക്കാർ ഉണ്ട്, യാത്രക്കാരുടെ വിശദാംശങ്ങൾ എല്ലാം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിക്കുന്നുണ്ട്. സാർ, ഇന്നിപ്പോൾ എന്താണ് വിശദമായിട്ടുള്ള എന്ത് പരിശോധനയിലേക്കാണ് പോകുന്നത്? കോടതി പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ ഈ യൂണിഫോം ഇട്ട് അതൊക്കെ നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കണം. അത് നിങ്ങളെ ബന്ധപ്പെട്ട അധികാരിയോട് ചോദിക്കണം. ഞങ്ങളുടെ നേരെ അവിടെ RTOയോട് വന്ന് ചോദിക്കാം. അധികാരി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പത്തനംതിട്ട അധികാരി റീജിയണൽ RTOയോട് നിങ്ങൾ സംസാരിക്കണം വന്നിട്ട്. ഇപ്പൊ പരിശോധന എന്തെങ്കിലും അലിഗേഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നോക്കുന്ന ഞങ്ങൾ പാസഞ്ചർ ലിസ്റ്റ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. കാരണം
അപ്പോൾ പ്രീ ബുക്കിംഗ് ഉള്ളവരാണ് അത് ഒരു ലിസ്റ്റ് വരും. പാസഞ്ചർ ഈ നിങ്ങളെന്ത് കളിയാക്കാൻ വന്നേക്കും അറിയാൻ വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ വ്യക്തമായിട്ട് ചെയ്തിരിക്കും. അതപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യണ്ടേ? ആന്ധ്രയിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് ടയറിന് കട്ട കുറവുണ്ടോ നോക്കി സാറാ ഇത്. ടയറിന് കട്ട ഇല്ല എന്ന് അടി കയറി രാത്രിയിൽ ഇതിന്റെ വണ്ടിക്ക് പുക കൂടുതലാണെന്ന് എഴുതിയ ഉദ്യോഗസ്ഥനാണ് ആ പോകുന്നത്. പാസഞ്ചേഴ്സ് വണ്ടി കയറി പോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇത് വന്നില്ല എങ്കിൽ നാളെ പൊതുജനം ഞാൻ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാൻ തുടങ്ങിയ ഇവർക്കൊക്കെ പണിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം ഈ ജനങ്ങള് ഇതെല്ലാം കണ്ടോണ്ടായിരിക്കുന്നത്. പാസഞ്ചേഴ്സ് ലിസ്റ്റ് മാത്രം അവർ പരിശോധിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ആണെങ്കിൽ നമുക്ക് എന്താ കുഴപ്പം? അതിന് 5-8 പേര് വണ്ടിക്കകത്ത് കയറേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവര് 4 പേര് ഇങ്ങനെ വന്നിട്ട് 4 പേര് വേണോ ഇത് വായിക്കാൻ? അതോ വായിക്കാൻ അറിയാൻ മേലായിയാണോ? കഴിഞ്ഞ തവണ കോടതി ഓർഡർ കാണിച്ചപ്പം ഞങ്ങൾക്ക് ഇത് വായിക്കാൻ മനസ്സിലാകുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഇനി മനസ്സിലാകാൻ ഇപ്പോഴൊന്നും ചെക്ക് റിപ്പോർട്ടില്ല. നിങ്ങളെല്ലാവരും കണ്ടോണം. ഇനി ഞങ്ങൾ വണ്ടി ഒരു മണിക്കൂർ കഴിയുമ്പം ഫോണേ വരും മെസ്സേജ്, എന്തേലും അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും അത് നമ്മൾ കാണാൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ എല്ലാവരെയും കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യ ദിവസം മുതൽ ശല്യം ചെയ്ത വ്യക്തികളെ ഓരോരുത്തരെയും ഞാൻ കാണിച്ചിട്ടുണ്ട്. അവരവരുടെ ഡ്യൂട്ടി മാത്രം ചെയ്യുന്നു. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതാണല്ലോ. എന്നാൽ പിന്നെ ഈ നാട്ടിൽ ഇത് മാത്രമേ ഡ്യൂട്ടി ഉള്ളല്ലോ, വേറെ ഡ്യൂട്ടിയൊന്നും ഇല്ലല്ലോ. അന്നേ ശബരിമല പ്രശ്നത്തിൽ ഇവിടെ വഴിയിൽ വണ്ടികളുടെ ബഹളങ്ങളോ ഇല്ലേ തടസ്സങ്ങളോ ഒന്നുമില്ലല്ലോ. എല്ലാം മാറ്റിയിട്ടാണല്ലോ വന്ന് നിൽക്കുന്നത്. ഇവർക്ക് അതിരാവിലെ എഴുന്നേറ്റും കാക്കിയിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ പറ്റി. ഞാൻ കാരണം അത്രയെങ്കിലും യൂണിഫോം ഇട്ട് വഴിയിലിറങ്ങുമല്ലോ. നേരത്തെ ഇതിൽ വന്ന ആ ടയറിന്റെ കട്ട നോക്കിയ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് ആൾ യൂണിഫോം ഇല്ലാതെയായിരുന്നു. അയാൾ ഡ്രൈവറാണെന്ന് ഞാൻ ഓർത്തിരുന്നത്. അയാൾ AMV ആയിരുന്നു. അയാൾ വണ്ടിക്ക് അടിയിൽ ഉരുണ്ട് കയറിയിട്ടാണ് നോക്കുന്നത്. വെളുപ്പിനെ 4:30 എന്തുമാത്രം വിഷമിച്ചാന്നറിയാൻ മേലെ. എന്തായാലും സമയം കളയുന്നില്ല ഞങ്ങൾ. ആ